വടക്കൻ ജില്ലകളിൽ യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി എത്തുന്നു. ഏപ്രിൽ 18 വ്യാഴാഴ്ച ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യു.ഡി.എഫ് മഹാസംഗമത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന മഹാസംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി യു.ഡി.എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11:30 മണിക്ക് രാഹുൽജി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു. 3 സ്ഥാനാർത്ഥികൾ കെ. സുധാകരൻ, രാജു ഉണ്ണിത്താൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി അദ്ദേഹം എത്തുന്നത്. ആ പരിപാടി അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ് മീറ്റ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ വിളിച്ചിരിക്കുന്നു. രാവിലെ മട്ടന്നൂർ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നും അദ്ദേഹം കണ്ണൂരിൽ എത്തിച്ചേരുക. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ജവഹർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ ഇതിൽ വെച്ചാണ് നമ്മൾ പരിപാടി സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ, ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വടകര നിയോജക മണ്ഡലങ്ങളിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. യു.ഡി.എഫിന്റെ പ്രമുഖ നേതാക്കൾ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കൾ യു.ഡി.എഫിന് വേണ്ടി പ്രചാരണത്തിലെത്തും. മഹാസംഗമത്തിനെത്തുന്ന പ്രവർത്തകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മറ്റും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും നഗരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. പരാജയ ഭീതിയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളെ പല രീതിയിലും തടസ്സപ്പെടുത്താൻ CPM ശ്രമിക്കുന്നതായി യു.ഡി.എഫ് നേതാക്കൾ ആരോപിച്ചു. യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കുന്നു. അക്രമ പ്രവർത്തനങ്ങളിലൂടെ സമാധാനാന്തരീക്ഷം തകർക്കാൻ CPM നേതൃത്വം ബോധപൂർവം ശ്രമിക്കുകയാണ്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി. ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുകൊണ്ട് മാത്രം CPMന്റെ ഗൂഢനീക്കം പുറം ലോകമറിഞ്ഞു. CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ വൻതോതിൽ ബോംബുകളും മാരകായുധങ്ങളും സംഭരിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല. സമാധാനപരമായ പോളിംഗ് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങൾ കേന്ദ്രസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലാ ആശുപത്രി പരിസരം, LIC പരിസരം, SN പാർക്ക് പരിസരം, ടൗൺ ഹൈസ്കൂൾ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഹാസംഗമത്തിന് വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.